കോടതിയിൽ നിന്നും അടിവസ്ത്രം അടിച്ചു മാറ്റി തിരിമറി നടത്തിയ കേസിൽ ഒരു മുൻമന്ത്രി കുറ്റക്കാരൻ എന്ന പ്രഖ്യാപനം. ആ കേസ് ആദ്യം മുതൽ പറയുമ്പോഴൊക്കെ ലോക്കൽ ഗ്രൂപ്പുകളിൽ ജട്ടി കേസ് എന്നാണ് പറയാറ്. അതൊരു ചർച്ചയിൽ പറയൽ പാർലമെന്ററി ആണോ എന്ന് തോന്നിയ സമയത്ത് ആ കേസ് രേഖ ഒന്ന് വായിച്ചു നോക്കിയതാണ്. അതിലൊക്കെ പറയുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ജട്ടി എന്ന് തന്നെയാണ് കേൾക്കുന്നത്. ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണ്. അതൊരു കവർച്ചാ കേസ് അല്ലെങ്കിലും കോടതിയിൽ നിന്നും അടിവസ്ത്രം അടിച്ചു മാറ്റി തിരിമറി നടത്തിയ കേസിൽ ഒരു മുൻമന്ത്രി കുറ്റക്കാരൻ എന്ന പ്രഖ്യാപനം. ആ കേസ് ആദ്യം മുതൽ പറയുമ്പോഴൊക്കെ ലോക്കൽ ഗ്രൂപ്പുകളിൽ ജട്ടി കേസ് എന്നാണ് പറയാറ്. അതൊരു ചർച്ചയിൽ പറയൽ പാർലമെന്ററി ആണോ എന്ന് തോന്നിയ സമയത്ത് ആ കേസ് രേഖ ഒന്ന് വായിച്ചു നോക്കിയതാണ്. അതിലൊക്കെ പറയുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ജട്ടി എന്ന് തന്നെയാണ് കേൾക്കുമ്പോൾ അയ്യേ എന്ന് തോന്നിയാലും ഇല്ലെങ്കിലും ആ കേസിന്റെ വിശദാംശങ്ങൾ അതിനേക്കാൾ നാറ്റക്കേസാണ്. ഇലയൊക്കെ കിള്ളിക്കളഞ്ഞെന്നാ തോന്നണ. ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണ്. ഈ കേസ് ഹൈക്കോടതി വിജിലൻസ് വിങ് ആദ്യമായി അന്വേഷിക്കുകയും ഹൈക്കോടതി വിജിലൻസ് വിശദമായി അന്വേഷിച്ച് വേറെ 3 പ്രതികളാണ് ഈ കേസിലെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് ഹൈക്കോടതി അംഗീകരിച്ചിരുന്നതുമാണ്. ഈ ശുംഭൻ താങ്കളുടെ ആരാന്നാ പറഞ്ഞത്? ഈ ശുംഭലന്റെ ആനക്കാരനാ. ഈ കേസ് അന്വേഷിക്കുകയും ഞാൻ നിരപരാധിയാണെന്നും വേറെ ആളുകളാണ് പ്രതിയെന്നും പറഞ്ഞിട്ട് റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു 2002. ആ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ ആത്മവിശ്വാസമാണ് എന്നെ നയിക്കുന്നത്. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? കോടതികളിൽ നിരപരാധികളും ശിക്ഷിക്കപ്പെടാം എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. തീരുമാനം എടുക്കേണ്ടത് യാതൊരു തെളിവും എനിക്കെതിരെ യാതൊരു തെളിവും ഇല്ല എന്നുള്ളതാണ് എന്റെ ആത്മവിശ്വാസം. അതാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്, ചിലപ്പോ ഫലിച്ചേക്കും. ശ്രീ റെജി ലൂക്കോസ്, നാണക്കേടാണിത്. LDF സർക്കാർ ഒരു നാണക്കേടാണ്. ഇത് ഇങ്ങനെയൊരു വ്യക്തി കളങ്കിതനാണ് എന്ന് അറിയുകയും ചെയ്യുമായിരുന്നു, എന്നിട്ടും ഈ വ്യക്തിയെ കൂടെ കൊണ്ടു നടന്നു. ഇവിടെ മഞ്ജുഷേ, അതിവിചിത്രമായ ഒരു കേസാണ്. ഈ കേസിലെ നാൾവഴികളിലൂടെ യാത്ര ചെയ്താൽ ഇതിനകത്ത് ഒത്തിരി വൈരുദ്ധ്യങ്ങളാണ്. എന്തായാലും ഇപ്പോൾ കോടതി അദ്ദേഹത്തിന് 3 വർഷത്തേക്ക് ശിക്ഷിച്ചു. അദ്ദേഹത്തിന് MLA സ്ഥാനം നഷ്ടമാകുന്നുണ്ട്, ഏതാണ്ട് ഉറപ്പായി. നടക്കുന്ന കേസ് വല്ലതും ശ്രമിച്ചാ പോരെ ദാസാ. 10 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1990 ശേഷം 10 വർഷങ്ങൾക്ക് ശേഷം ഈ കോടതി ബഹുമാനപ്പെട്ട കേരളത്തിലെ പോലീസ് ഇത് എഴുതി തള്ളിയതാ. 2 തവണ ഇത് എഴുതി തള്ളി. പക്ഷെ ഈ ഒറ്റ മൊഴിയുടെ പേരിലാണ് ഇപ്പൊ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോടതി കൃത്യമായിട്ട് തെളിവുണ്ട് ശ്രീ. അല്ലല്ല, അങ്ങനെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലൊന്നും അല്ല ശ്രീ റെജി ലൂക്കോസ്. ഈ തൊണ്ടി രജിസ്റ്ററിൽ ഒപ്പുണ്ട് ആന്റണി രാജുവിന്റെ. ഈ ദൈവത്തിന്റെ കൈ എന്നൊക്കെ പറയുന്ന പോലെ ഒരു തെളിവ് അവിടെ അവശേഷിച്ചിരുന്നു. അന്ന് ആന്റണി രാജു ഇത് ഇത്രയും കുഴപ്പമാവുമെന്ന് അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. ഇവിടെ നിന്ന് കൃത്യമായിട്ട് അയാൾക്ക് ആ പറയുന്ന 10 വർഷത്തെ ശിക്ഷ കിട്ടിയാൽ ഇവിടെ കിടക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു നാട്ടിൽ പോയിട്ട് വേറൊരു ക്രൈം പോലും അയാൾ ചെയ്യില്ലായിരുന്നു. ഏത് കേസിലാണ് LDF സമ്മതിച്ചിട്ടുള്ളത്? ഇത് ഞങ്ങൾക്ക് പറ്റിയിരിക്കുന്ന തെറ്റാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരാളിന്റെ ഒരു പ്രശ്നമാണ്, ഏത് കേസിലാണ് പറയുന്നത്? ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. നമ്മളിപ്പോ 2 കേസുകൾ കണ്ടതല്ലേ. ഇപ്പോ പത്മകുമാറുമായി ബന്ധപ്പെട്ട് ശബരിമല കേസ് നടക്കുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് ശ്രീ MV ഗോവിന്ദനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്? പത്മകുമാർ MLA അല്ലല്ലോ എന്ന് പറഞ്ഞു. മുകേഷുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സമാധാനമായിട്ട് മറ്റൊരു കേസ് ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നത് എന്താണ്? അന്നേരം ആ MLA അല്ലല്ലോ എന്നുള്ളതല്ല, പാർട്ടിയുടെ വേറെ അംഗമല്ലല്ലോ, പാർട്ടിയുടെ നേരിട്ടുള്ള ആളല്ലല്ലോ, ഏതെങ്കിലും കമ്മിറ്റിയിലുള്ള അംഗമല്ലല്ലോ എന്നൊക്കെ പറയുക. അപ്പൊ ന്യായം കണ്ടുപിടിക്കുന്നതിന് ഇവർക്ക് പലതും കണ്ടുപിടിക്കും. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.